സോ എന്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഫാർമസി കോളേജിൽ പഠിക്കുന്ന ഫാംഡിയിലെ 6th ഇയർ സ്റ്റുഡൻസ് ആണ് കേട്ടോ. നമ്മൾ നോർമലി കോളേജിലൊക്കെ വരുന്ന സമയത്ത് റിവ്യൂ ചോദിക്കുന്ന സമയത്ത് റിവ്യൂ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ പിള്ളേരുടെ സൈഡിൽ നിന്നാണ് നോർമലി റിവ്യൂ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോളേജസിലും എന്താണ് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ പിള്ളേരൊക്കെ എന്താ കുറച്ച് ഹെസിറ്റേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കറണ്ടിൽ എന്റെ കൂടെ ഉള്ളത് 6ാമത്തെ വർഷം പഠിക്കുന്ന പിള്ളേരാണ്. സോ എന്തായാലും ഇവിടുത്തെ ഫാംഡി സ്റ്റുഡൻസിന് അവർക്ക് പറയാനുള്ള റിയൽ റിവ്യൂ ആയിരിക്കും അവർ പറയാൻ പോകുന്നത്. കാര്യം അവർ കഴിഞ്ഞ 6 വർഷം ഇവിടെയാണ് പഠിച്ചിരിക്കുന്നത്. സോ എന്നോടൊപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലനുണ്ട്, അതുകൂടാണ്ട് എന്തുണ്ട്, ഇന്ദുജയുണ്ട്, അയനയുണ്ട്, ദെൻ ആദിത്യയുണ്ട്. ഇവര് നമ്മുടെ 6th ഇയർ സ്റ്റുഡൻസ് ആണ്. നമുക്ക് എന്താണ് ഈ ഒരു കഴിഞ്ഞ 6 വർഷത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു നോക്കാം. സോ അലൻ എവിടെയാ സ്ഥലം വരുന്നത്? പത്തനംതിട്ട എവിടെ വരുന്നത്? തുമ്പമൺ. സോ എങ്ങനെയുണ്ട് കഴിഞ്ഞ ഒരു 6 വർഷം ഈസ്റ്റ് പോയിന്റിനെ കുറിച്ച്? എക്സ്പീരിയൻസ് ഇപ്പൊ വളരെ നല്ലതായിരുന്നു. നമ്മുടെ കോളേജ് ആക്ടിവിറ്റീസ്, ഒരു ഫെസിലിറ്റീസ് ഒക്കെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്. നമ്മള് ഫാംഡി കോഴ്സ് 6th ഇയർ കോഴ്സ് തന്നെ നമുക്ക് ഹോസ്പിറ്റൽ റൗണ്ട്സ് ഉണ്ട്. ഓരോ വർഷവും കൂടി കൂടി വരും. ഫസ്റ്റ് ഇയർ ഫുൾ തിയറി ക്ലാസ് ആയിട്ട് പോകും. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ഹോസ്പിറ്റൽ റൗണ്ട് വീക്ക്ലി ക്ലാസ്, തേർഡ് ഇയർ വീക്ക്ലി ട്വൈസ്, ഫോർത്ത് ഇയർ തൊട്ട് വീക്ക്ലി ട്രൈസ്, ഫിഫ്ത് ഇയർ ആകുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ഹോസ്പിറ്റൽ റൗണ്ട്സ്. പിന്നെ 6th ഇയർ ആണ് ഇന്റേൺഷിപ്പ്, അത് കംപ്ലീറ്റ്ലി. നിങ്ങളുടെ മാക്സിമം പോസ്റ്റിംഗ്സ് ഒക്കെ നിങ്ങളുടെ പിന്നെ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണോ അതോ പുറത്തു നിന്നൊക്കെ പോസ്റ്റിംഗ്സ് വരുന്നുണ്ടോ? ഇവിടെ തന്നെയാണ്. ബിക്കോസ് അതായത് ഇവിടെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് അവൈലബിൾ ആണ്, പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേറെ ക്ലിനിക്കൽസിന് വേണ്ടി പുറത്തു പോകേണ്ട ആവശ്യമില്ല. കമ്പൽസറി ആണ്. യൂണിവേഴ്സിറ്റി വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എങ്ങനെയായിരുന്നു നിങ്ങൾ ഹോസ്റ്റലേഴ്സ് ആയിരുന്നോ അതോ പിന്നെ നിങ്ങൾ PG ആണോ? ഫസ്റ്റ് ഇയർ ഹോസ്റ്റലായിരുന്നു. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒക്കെ? നല്ലായിരുന്നു. ഇപ്പൊ PGയുടെ നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് താമസിക്കുന്നത്? റൂം എടുത്ത് താമസിക്കുന്നത്. ഇപ്പൊ സെൽഫ് കുക്കിംഗും പരിപാടിയൊക്കെ ആയിരിക്കും. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് നമ്മളൊരു KR എങ്ങനെയാണ്? കണക്ടിവിറ്റി നമ്മള് കയറുന്നത് എത്തിക്കഴിഞ്ഞാൽ അവിടെ കണക്ടിവിറ്റി മെട്രോ ഈസിലി ആക്സസ് ആണ്. നമ്മൾ കുറച്ച് ഔട്ട്സ്കട്ട്സ് ആണ്, ഈ ഏരിയ കുറച്ച് ഔട്ട്സ്കട്ട്സ് ആണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള സ്ഥലത്തോട് നമുക്ക് കണക്ടിവിറ്റി ഉണ്ട്. ഭയങ്കര ഈസിയാണ്. നാട്ടിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ്? നോർമലി ട്രെയിനാണോ ബസ്സാണോ? ട്രെയിനാണ്. ഇവിടെ നമ്മള് മെയിൻസ്റ്റിക്കിൽ വന്നിട്ട് സ്റ്റോപ്പ് ഉണ്ട്. ഏത് ട്രെയിനാണ് നാട്ടിൽ നിന്ന് കേരളത്തിന്റെ സുബ്ലേത ശില്ലുണ്ടോ? എല്ലാ ട്രെയിനും സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ. അപ്പം പിന്നെ പ്രശ്നമില്ല. കേരള റെയിൽവേ സ്റ്റേഷനിൽ 10 കിലോമീറ്ററിനുള്ളിലുള്ള ഡിസ്റ്റൻസ് ഇല്ലല്ലോ. അപ്പൊ കണക്ടിവിറ്റി എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉദിക്കുന്നതില്ലല്ലോ അല്ലേ? എനിക്ക് തോന്നിയെന്ന് പറയുന്നത് നമ്മളൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഈസ്റ്റ് പോയിന്റിൽ ഒരു ചുറ്റുപാടൊക്കെ ഉള്ളതിന്റെ ഒരു 5 times ഡെവലപ്പായ ഫീൽ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് പറയാം, എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ കൂടുതൽ അഗ്രികൾച്ചർ ലാൻഡും അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ആയിരുന്നല്ലേ. ഇപ്പൊ കുറച്ചുകൂടെ ഷോപ്സും അത് പിന്നെ എന്താണ് കൺസ്ട്രക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷമാണ് മെഡിക്കൽ കോളേജോ? ഇല്ലല്ലോ. സോ ഒരു ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ നോർമലി ഞാൻ 6 വർഷം കംപ്ലീറ്റ് ആവുന്ന സ്റ്റുഡന്റിന്റെ രീതിയിൽ ഞാൻ നോക്കുകയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു നിങ്ങൾ പഠിച്ചൊരു കോളേജ് വന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പോവാം എന്ന രീതിയിലാണോ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡന്റിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇല്ല നിങ്ങൾക്ക് എക്സലന്റ് ആയിട്ട് ഇവിടുന്ന് പഠിച്ചു പോകാൻ സാധിക്കുമെന്നതാണോ നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ. അവർ കമ്പൽ ചെയ്തില്ല ഈ ക്ലാസ്സിന് വരണം, അല്ലെങ്കിൽ നമ്മൾ വന്നേ പറ്റുന്നു, അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനുവേണ്ടിയുള്ള കമ്മീഷൻ. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് സപ്പോർട്ടുണ്ട്, കാര്യങ്ങളുണ്ട്, സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ നമ്മുടെ എഫേർട്ട് അനുസരിച്ചിരിക്കും നമ്മുടെ അച്ചീവ്മെന്റ് കാര്യങ്ങൾ. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. റിഗാർഡിംഗ് ഫാക്കൽറ്റി, ഇപ്പോൾ പ്രോപ്പർലി ക്ലാസ്സിൽ വരുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ പ്രോപ്പർലി കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് ഫാക്കൽറ്റിന്റെ സൈഡിൽ നിന്നായാലും ദെൻ ലാബ്സ്, അത് കൂടാണ്ട് നമുക്കുള്ള ക്ലിനിക്കൽസിന്റെ സൈഡിൽ നിന്നായാലും ഇതൊരു ആവറേജ് എന്നാണ് എനിക്ക് തോന്നുന്നത് ബെറ്റർ ആണെന്നാണ് തോന്നുന്നത്. ബെറ്റർ ആണെന്ന് തോന്നുന്നു. സോ താങ്ക് യു.